ഹായ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എന്നാൽ എല്ലാവർക്കും അറിയാവുന്ന, എന്നാൽ എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. അത് വേറെ ഒന്നുമല്ല, വേ പ്രോട്ടീൻ. എല്ലാവരും അവരുടെ പ്രോട്ടീൻ റിക്വയർമെന്റ്സ് ഡെയിലി മീറ്റ് ചെയ്യാനായിട്ട് വേ പ്രോട്ടീൻ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ പലർക്കും അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ ഏത് പ്രോട്ടീൻ എടുക്കണമെന്നോ ഒന്നും അറിയില്ല. നമുക്കതിൽ ഫാക്ട് നോക്കാം. വേ പ്രോട്ടീൻ അതിൻ്റെ ക്വാളിറ്റിയെ ബേസ് ചെയ്തും അതിൻ്റെ അബ്സോർപ്ഷനെ ബേസ് ചെയ്തും നമുക്കത് നാലായിട്ട് തിരിക്കാം. ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി WPH, വേ പ്രോട്ടീൻ ഹൈഡ്രലൈസ്ഡ് എന്ന് പറയും. സെക്കൻഡ്, വേ പ്രോട്ടീൻ ഐസൊലേറ്റ്. തേർഡ്, വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്. ഫോർത്ത് ആണ് വേ പ്രോട്ടീൻ ബ്ലെൻഡ്. വേ പ്രോട്ടീൻ ഹൈഡ്രലൈസ്ഡും വേ പ്രോട്ടീൻ ഐസൊലേറ്റും. വേ പ്രോട്ടീൻ ഐസൊലേറ്റിൻ്റെ പ്രീ ഡൈജസ്റ്റഡ് ഫോമാണ് ഹൈഡ്രലൈസ്ഡ്. രണ്ടും ഒരു 90% ക്വാളിറ്റി ഉള്ളതാണ്. ഇതിന് താഴെ വരുന്നതാണ് വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ്. ഒരു 70 to 80% ആണ് അതിൻ്റെ പ്യൂരിറ്റി. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നതെല്ലാം വേ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആണ്. അത് വേറെ ഒന്നുമല്ല, അതിൻ്റെ അവൈലബിലിറ്റിയും അതിൻ്റെ ബഡ്ജറ്റും തന്നെയാണ് കാരണം. ഇതിനൊക്കെ തൊട്ട് താഴെ വരുന്നതാണ് വേ പ്രോട്ടീൻ ബ്ലെൻഡ്. നമ്മൾ ഹൈഡ്രലൈസ്ഡ് പറഞ്ഞു, ഐസൊലേറ്റ് പറഞ്ഞു, കോൺസെൻട്രേറ്റ് പറഞ്ഞു. അപ്പം 90 നിന്ന് 70% വരെ പ്യൂരിറ്റിയിലെത്തി. അതിനും താഴെ നിൽക്കുന്നതാണ് വേ പ്രോട്ടീൻ ബ്ലെൻഡ്. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റി ഉള്ള പ്രോട്ടീനാണ് അതിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ പല കമ്പനിക്കാരും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനാർക്ക് വേണ്ട പൈസ കൊടുത്തിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. കുറച്ച് വെള്ളം ചേർക്കാം. ക്വാളിറ്റി കുറഞ്ഞ പ്രോട്ടീനകത്ത് കുറച്ച് ഡൈജസ്റ്റ് എൻസൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാവുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ഇനി മുതൽ പ്രോട്ടീൻ മേടിക്കുമ്പം അതിലെ കണ്ടൻസ് ചെക്ക് ചെയ്യുക, കണ്ടൻസിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. പൈസയും ആരോഗ്യം പോകുന്നത് നിങ്ങളുടേതാണ്. ഇതുപോലുള്ള ഫാക്ടർ അറിയാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു.